ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. മനോഹരമായി ഓടക്കുഴൽ വായിക്കുന്നതിൽ അതിസമർത്ഥനായിരുന്നു ടോം. ഓരോ പ്രകടനം കഴിയും തോറും അവൻ്റെ ആരാധകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ തൻ്റെ സ്കൂളിൽ നടന്ന ഒരു വലിയ ചടങ്ങിൽ അവൻ ഓടക്കുഴൽ വായിക്കേണ്ടിയിരുന്നു. അവൻ സ്റ്റേജിൽ കയറി ഓടക്കുഴൽ വായിക്കാൻ ആരംഭിച്ചു. പക്ഷേ താൻ ആഗ്രഹിച്ച രീതിയിലുള്ള സംഗീതം പുറത്തു വന്നില്ല. പിന്നീടാണ് അവന് കാരണം മനസ്സിലായത്. ആ മനോഹരമായ ഉപകരണത്തിൽ ഒരു നിസ്സാരമായ വിള്ളൽ, കണ്ണിൽപ്പെടാൻ പോലും വലിപ്പമില്ലാത്ത ഒരു വിള്ളലാണ്. ആ പരിപാടി അങ്ങനെ അലങ്കോലപ്പെട്ടു. പുറമേ എല്ലാം മനോഹരമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതവും പലപ്പോഴും ഇതുപോലാണ്. പുറമേ എല്ലാം മനോഹരമാണ്, പക്ഷേ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ ഒളിഞ്ഞിരിക്കുന്ന അനേക പാപങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചെറിയ വിള്ളലുകളുണ്ടെങ്കിൽ നമ്മുടെ സംഗീതം അവിടെ നഷ്ടപ്പെടുകയാണ്. ആയതിനാൽ എവിടെയാണോ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നത് അതിനെ, പോരായ്മകളെല്ലാം പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റവും വിനയത്തോടെ ജീവിപ്പാൻ, താളാത്മകമായിട്ടുള്ള സംഗീതം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നല്ല ഉപകരണങ്ങളായി മാറ്റുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ എല്ലായ്പ്പോഴും വിനയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് നേരിട്ടിരിക്കുന്ന എല്ലാ വിള്ളലുകളെയും അവിടുന്ന് പൂർണ്ണമായി മാറ്റണമേ. ക്രിസ്തുവിലുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.